മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കടൽമാക്രികൾ തകർത്ത വലകൾ പുനർനിർമ്മിക്കാൻ സഹായം വേണമെന്ന് മത്സ്യത്തൊഴിലാളികൾ. വലകളുടെയും കരയ്ക്ക് കയറ്റിയ ബോട്ടുകളുടെയും അറ്റകുറ്റപ്പണിയും പുനർനിർമ്മാണത്തിലുമാണ് വറുതിക്കിടയിലും മത്സ്യബന്ധന മേഖല. കാണാപ്പെണ്ണിന് പോയി തിരികെ എത്തിയപ്പോൾ കയ്യിൽ ഒന്നുമില്ലാത്ത നിലയിലാണ് മത്സ്യത്തൊഴിലാളികൾ. മാനത്ത് മഴക്കാറുകൾ ഉരുണ്ടുകൂടി, തീരത്ത് ആരവം അടങ്ങി, മത്സ്യബന്ധനത്തിന് നിയന്ത്രണം വന്നു. ട്രോളിംഗ് നിരോധനാനന്തര സമൃദ്ധിയിലാണ് ഇനിയുള്ള ഏക പ്രതീക്ഷ. കടക്കണിയിലെങ്കിലും പുതുവലകൾ കോർത്ത് തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ് മത്സ്യബന്ധന മേഖല. കടൽമാക്രിയും കടൽപ്പന്നികളും തകർത്ത ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള വലകൾ കയ്യിലുള്ള സമ്പാദ്യം വിറ്റും കടം വാങ്ങിയും പുനർനിർമ്മിക്കുന്നു. 14 മുതൽ 20 ലക്ഷം രൂപ വരെയാണ് വല നിർമ്മിക്കാൻ വേണ്ടിവരുന്നത്. പക്ഷേ ഒരു സഹായവും ലഭിക്കുന്നില്ല. നീരുമാറ്റങ്ങളും അതായത് ഒഴുക്കുകൾ കൂടുന്നതനുസരിച്ച് വല ഒന്നുകിൽ മുറിഞ്ഞു പോവുക, അതിൽ നിന്ന് നഷ്ടങ്ങൾ ഒരുപാട് വരാം. അത് നികത്താനും വേണ്ടി പിന്നീട് കടം വാങ്ങുക. ആ കടത്തിൻ്റെ മുകളിൽ കടം കൂടല്ലാതെ ഒരു ആനുകൂല്യം സർക്കാരിൽ നിന്നും മറ്റൊന്നും ഒരു ആനുകൂല്യങ്ങൾ ഇന്ന് വരെ ലഭിച്ചിട്ടുമില്ല. മത്സ്യലഭ്യത കുറഞ്ഞതോടെ പല ബോട്ടുകളും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി അറ്റകുറ്റപ്പണി തുടങ്ങി. മുന്നിലുള്ളത് ട്രോളിംഗ് നിരോധന കാലത്തെ വറുതിയുടെ ആകുലതകൾ. കോവിഡ് കാലത്തെ കടം പോലും ഇതുവരെ വീട്ടാൻ കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. ജീവിക്കാൻ തന്നെ അങ്ങനെ ഓരോരുത്തരും ഓരോ ലെവലിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിപ്പിടിച്ച് അങ്ങനെ ജീവിച്ചു പോകും. അതിലുണ്ടായ കടങ്ങൾ, അതിന് മുമ്പുണ്ടായ കടങ്ങൾ വരെ. കാരണം മീനെന്ന് പറയുന്നത് എപ്പോഴും ഇറങ്ങുന്നില്ല. ആ സമയത്തൊക്കെ അനുഭവിച്ചു എനിക്കറിയാം ആ അവസ്ഥ എന്താണെന്ന്. പരമ്പരാഗത മത്സ്യബന്ധനത്തിന് വിലക്കില്ലെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം കടുത്ത പ്രതിസന്ധിയാണ്. നെയ്തിട്ടും നേരെയാവാത്ത കീറ പഴംതുണിയാവുകയാണ് മത്സ്യബന്ധന മേഖലയിലെ തൊഴിലാളികൾ. ഏത് സർക്കാർ വന്നാലും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെയെന്നാണ് ഇവർ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് ബാലിശ്ശേരിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.